ഹലോ, അസ്സലാമലൈക്കും. വീട്ടിലുണ്ടാക്കാത്തവരാരും ഉണ്ടാവില്ല ഈ കബ്സ എന്ന് പറയുന്നത്. നമ്മുടെ സൗദിയുടെ സ്വന്തം ഡിഷ് കബ്സ. പക്ഷെ ഇത് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് ട്രഡീഷണൽ രീതിയിൽ അവരെങ്ങനെയാണ് കബ്സ വീട്ടിൽ ഉണ്ടാക്കുന്നത്. അതേപോലെ നമ്മളിത് എപ്പോഴും ഉണ്ടാക്കുക എങ്ങനെ കബ്സ മസാല, മാഗി സ്റ്റോക്ക്, ഇതൊക്കെ നിർബന്ധമാണ് നമുക്ക് കബ്സ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു പാക്കറ്റ് ഉണ്ടാവും വാങ്ങിക്കാൻ. പക്ഷെ അതൊന്നും വേണ്ട. നമ്മളെ വീട്ടിലുള്ള പൊടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഒറിജിനൽ കബ്സ ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് ഞാൻ കാണിക്കുന്നത് ആ ഒരു മെത്തേഡാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാ മട്ടൻ കബ്സ ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ നമ്മുടെ കബ്സ ഉണ്ടാക്കാൻ ഞാനൊരു കുക്കറാ വെച്ച്, നമ്മൾ മട്ടൻ കബ്സ ആണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ മട്ടൻ ആദ്യം വേവിക്കുക. അപ്പൊ ഇതിന്റെ മസാല ഒക്കെ നമുക്ക് കുക്കറിൽ അങ്ങ് ചെയ്യാൻ വിചാരിച്ചു. ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ചിക്കൻ ആണെങ്കിൽ നിങ്ങൾക്ക് കുക്കറിന്റെ ആവശ്യമില്ല കേട്ടോ. അപ്പൊ അതായത് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ കുക്കറിൽ ഒഴിച്ചു കൊടുക്കട്ടെ. നമ്മൾ 500 ഗ്രാം മട്ടനാണ് എടുക്കുന്നത്, അതേപോലെ 500 ഗ്രാം അരിയാണ് എടുക്കുന്നത്. അതിനുള്ള കണക്കുകളാണ്, അളവുകളാണ് പറയുന്നത്. അപ്പൊ അതാ ഓയിൽ ഒന്ന് ചൂടാവട്ടെ. അപ്പൊ അതാ നമ്മൾ ഓയിൽ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഒരു സവാളാണ്, വലിപ്പമുള്ള ഒരു സവാള, പിന്നെ അതാ ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു 2 പച്ചമുളക്. ഇത് 3 ഞാൻ ഓയിലൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കട്ടെ. നല്ല കരിഞ്ഞൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വയന്ന് കളറൊക്കെ മാറി കുഴഞ്ഞു വരണേ. അപ്പൊ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കളറൊക്കെ മാറി ഒന്ന് കുഴഞ്ഞു വന്നിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതാ 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയെ, 1/2 ടേബിൾ സ്പൂണ് നമ്മുടെ ചെറിയ ജീരകം, ക്യൂമിൻ സീഡ്സ് പൊടിച്ചത്, ചെറിയ ജീരക പൊടിയാണ്, ഒരു 1/4 ടീസ്പൂണ് പട്ട പൊടിച്ചതാണ്, ഒരു 1/4 ടീസ്പൂണ് നമ്മളെ ഏലക്ക ചതച്ച് വെച്ചാണ്, അതേപോലെ ഒരു 4 നമ്മളെ പൂവില്ലേ ഗ്രാമ്പു അതിട്ടുണ്ട്, നമ്മളെ ലെമണില്ലേ, ലെമണിന്റെ തൊലി, മറ്റേ ആ വെള്ളത്തൊലി കൂടാണ്ട് മഞ്ഞ മാത്രം ചെറുതായിട്ട് ഇതിന്റെ മേലൊന്ന് ചുരണ്ടി എടുത്താണ്. ഇത് 1/2 ടേബിൾ സ്പൂൺ. നമ്മളിതിൽ വേറെ കബ്സ മസാല ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇതാ ഈ മസാല ഉള്ളി ഒന്നൊന്ന് വഴറ്റിയെടുക്കുക. ചെറിയ തീയിലിടണേ, ഈ പൊടികളൊന്നും കരിഞ്ഞു പോകരുത്. ഇനി ഇതാ ഒരു 500 ഗ്രാം മട്ടൻ ഞാൻ നന്നായി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇതാ ചെറിയ ചെറിയ പീസാണ്, വലിയ പീസാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതിപ്പോൾ ചെറിയ സാധാ ഒരു നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത പീസാണ്. അപ്പോൾ അത് 500 ഗ്രാം ഉണ്ട്, ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. നമുക്ക് ഈ മസാലയും മട്ടനും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം, ഒന്ന് റോസ്റ്റ് പോലെ ആക്കിയെടുക്കേ. അപ്പൊ ഇതാ നമ്മളെ മട്ടനൊക്കെ ഈ മസാലയിൽ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട് കണ്ടോ, നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി, അടി പിടിക്കുന്നത് നോക്കണം കേട്ടോ. ഇനി ഇതാ ഇതിലേക്ക് തക്കാളി പേസ്റ്റ്, 1/2 ടേബിൾ സ്പൂണ് തക്കാളി പേസ്റ്റ് ആണ്. തക്കാളി പേസ്റ്റ് ഇപ്പൊ വാങ്ങിയതില്ലെങ്കിലേ ഒരു തക്കാളി ഒന്നൊന്ന് തിളപ്പിച്ചിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു അടുപ്പിൽ വെച്ചിട്ട് കുറുക്കിയിട്ട് ഇത്തിരി കാശ്മീരി ചില്ലി പൗഡറും ഒത്തിരി ഉപ്പും പഞ്ചസാരയും ഒരു നുള്ളി കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്തിയാൽ മതി കേട്ടോ. ഇതാ നമ്മുടെ തക്കാളി പേസ്റ്റ് ഇല്ലേ, ടൊമാറ്റോ പേസ്റ്റും ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതിലേക്ക് 1.5 തക്കാളി, വലിയ തക്കാളിയാണ്, ചെറുതാണ് 2 എടുത്തോളൂ. അത് നന്നായിട്ട് അരച്ചെടുത്താണ്. അപ്പൊ അതാ ഒന്നുകൂടി നമുക്ക് ഇതൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് ഉപ്പ് ചേർത്തില്ലല്ലോ, ഉപ്പ് ചേർത്തി കൊടുക്കാം. ഈ തക്കാളി ജ്യൂസില്ലേ പ്യൂരിയിൽ ഒന്ന് മട്ടൻ ഒന്ന് തിളച്ചാടട്ടെ. അപ്പൊ അതാ ഇതൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഉപ്പ് ചേർത്തി കൊടുക്കാം. കല്ലുപ്പുണ്ടേ കല്ലുപ്പ് ചേർത്തി കൊടുക്കണേ. മട്ടന്റെ ആവശ്യമുള്ള ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണ് ചേർത്തി കൊടുക്കണ്ടേ. ഇനി ഇതാ നമ്മൾ കുക്കർ അടിച്ച് വെച്ചിട്ട് വിസിൽ വേവിച്ചെടുക്കണേ. ഒരു 4-5 വിസിൽ, നമ്മള് മട്ടന്റെ വേവിനനുസരിച്ച് അറിയാമല്ലോ, നമ്മൾ സാധാ ചെയ്യും പോലെ തന്നെ. ചിക്കൻ ആണെങ്കിൽ കുക്കറിന്റെ ആവശ്യമില്ല, അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാൻ കുക്കർ അടച്ചു. ഇനി ഇതൊരു 4-5 വിസിലോളം ഒരു മീഡിയം ഫ്ലെയിമിൽ വരട്ടോ. അപ്പോഴേക്ക് നമ്മുടെ മട്ടനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഇതാ നമുക്കൊന്ന് കുക്കർ തുറന്നു നോക്കാം. ഇതുണ്ടോ, എല്ലൊക്കെ വിട്ട് കിടക്കുന്നുണ്ട്. അതാ നന്നായിട്ട് വെന്തുണ്ട്. നമുക്കില്ലേ ഈ പീസസ് ഒന്നും ഇല്ലെന്ന് മാറ്റാം, കാരണം നമുക്ക് ചോറ് വെക്കണം. ഇനിയും ഇതിൽ കിടന്നാലേ
ഇതെല്ലാം കൂടി ഇറച്ചിയൊക്കെ ഇതിലൊന്ന് വിട്ടുപോകും. അപ്പോൾ ഈ പീസ് നമുക്കങ്ങ് ഒരു പാത്രത്തിലേക്കോ ഒരു പ്ലേറ്റിലേക്കോ മാറ്റി വെക്കാം. ഇതാ ഞാനൊരു പ്ലേറ്റിലേക്ക് കോരിട്ടിട്ടോ പീസുകളൊക്കെ. ഇതിപ്പോൾ വലിയ പീസാണ്, നല്ല ഈസി ആയിരിക്കും. നമുക്ക് 1-2 പീസാക്കി ഇങ്ങോട്ട് എടുത്താൽ മതിയല്ലോ. ചിക്കൻ ആണെങ്കിലും ചിക്കൻ ഒരു ചിക്കൻ 4 പീസാക്കിയിട്ടേക്ക് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പം ഇതിനി ഓവനിൽ ഒരു 10 മിനിറ്റ് വെച്ച് ഒന്ന് മുരിച്ചെടുത്താലും നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ഒരു ഇത്തിരി ഓയിൽ വെച്ചിട്ട് ഒന്നൊന്ന് മൊരിച്ചെടുക്കുക, ഒന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല അത്യാവശ്യം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പം അത് കാണാനും കഴിക്കാനും ഒക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് മൊരിഞ്ഞ് കിട്ടും പുറത്തൊക്കെ ഈ മസാലകളൊക്കെ ഒന്ന് ചേർന്നിട്ട്. അപ്പം ഇനിയിപ്പോൾ ഒന്നും വേണ്ട, ഇങ്ങനെ തന്നെ ചോറിൽ കിട്ടി കഴിക്കുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നല്ല വെന്തതുമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇനി നമ്മൾ ഇതിലാണ് ചോറ് വെച്ച്. നമുക്ക് ചോറ് ഞാനിപ്പോൾ 2 കപ്പ് അരി, അതായത് 500 ഗ്രാം അരിയാണ് എടുത്ത് ഇതാ 1 മണിക്കൂറോളം കുതിർത്തി വെച്ചതാണ്. കുതിർത്തി പിന്നെ ഊറ്റിയിട്ട് വെച്ചതാണ്. കണ്ടോ, നന്നായി കുതിർത്ത് അരിയൊക്കെ വെള്ള കളറാക്കി. ഇത് നമ്മൾ മന്തിക്കൊക്കെ എടുക്കുന്ന സെല്ല റൈസ് തന്നെ ആയിട്ട് എടുത്ത്, ബസ്മതി മറ്റേ ഫ്രൈഡ് റൈസ് എടുക്കുന്നതല്ല കേട്ടോ. അതാകുമ്പോൾ പൊട്ടി പോവും. ഇതാകുമ്പോൾ പ്രശ്നമല്ല. ഇനി നമ്മൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള കണക്കിലാണ് വെള്ളം എടുത്തത്. കാരണം 1 മണിക്കൂറോളം കുതിർത്തി വെച്ചിട്ട് അരിയാണ്. ഇനി ഇതാ നമുക്ക് കുറെ കറി പോലെ ഇതിലുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതാ ഇതിലിപ്പോ 1 കപ്പോളം നമ്മൾ ഇതെല്ലാം കൂടെ ഉണ്ട്. പിന്നെ ഇനി ഒരു 2 കപ്പ് ഞാനിവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് വെള്ളം. ആ തിളച്ച വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കട്ടെ. ഇപ്പൊ 2 കപ്പിന് 3 കപ്പ് വെള്ളം മതി കേട്ടോ. ഇപ്പൊ ഇതാ 1 കപ്പ് ആദ്യം ഉണ്ട്. പിന്നെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് അളക്കുന്നതിലോ ഒന്ന് ഒഴിച്ചു നോക്കിയാൽ മതിയല്ലേ, കണ്ടാൽ തന്നെ ഏകദേശം അറിയാമല്ലോ നമുക്ക്. അപ്പൊ മൊത്തത്തില് 3 കപ്പ് ഉണ്ട്. ആദ്യമുള്ള 1 കപ്പും പിന്നെ ഒഴിച്ച 2 കപ്പും. നമ്മുടെ ഉണക്കനാരങ്ങ ചേർത്ത് കൊടുക്കുകയാണേ. ഇതൊന്ന് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോ ചെറുതായോണ്ട് ഞാൻ 2 എടുത്തത്, വലുതാണേ 1 മതി കേട്ടോ. അപ്പൊ ഇതാ കുറച്ച് ഉപ്പ് വെള്ളത്തിലുണ്ട്, പിന്നെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതാ ആവശ്യത്തിനുള്ള ചോറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കേ കുറച്ച്. അപ്പൊ ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അരി ഇട്ട് കൊടുക്കട്ടെ. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചരി ഇട്ടൊന്ന് തിളയ്ക്കുമ്പോൾ ഉപ്പൊന്ന് നോക്കാം. വെള്ളത്തിന്റെ ഉപ്പ് നോക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ അടിച്ചു വെച്ച് വേവിക്കാം. ഇപ്പൊ അരി കൂടുതലുണ്ടെങ്കിൽ ചെമ്പിലേക്ക് മാറ്റാതെ. ഇപ്പൊ കുക്കർ അത്ര അല്ലല്ലോ, 500 അല്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ അതിന് ഞാൻ കുക്കറിന്റെ വിസില് വെയിറ്റ് മാറ്റിയിട്ടുണ്ട്. കാരണം വിസില് വരുമല്ലോ, അങ്ങനെ വരണ്ട. നമുക്ക് ചെറിയ തീയില് ഇത് അവിടെ കിടന്നിട്ട് ഒരു 20 മിനിറ്റോളം എടുത്തിട്ട് അങ്ങനെ വെന്തോട്ടെ. പിന്നെ മൂടി തുറക്കാനേ പാടില്ല കേട്ടോ. നന്നായി വെന്ത് വരട്ടെ. കുക്കറിൽ മൂടി വെച്ചാൽ നല്ലോണം അങ്ങ് അടിച്ച് നിൽക്കല്ലോ. ആ വിസിലിന്റെ ഭാഗം ഊരി കളഞ്ഞാൽ മതിയേ. ചോറ് അവിടെ വേകുന്ന സമയത്ത് തന്നെ ഇതാ ഞാൻ വേറൊരു ഫ്രൈ പാനിൽ നമ്മളെ മട്ടൻ ഒന്നൊന്ന് ഇത്തിരി ഓയിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതാ ഓയിലൊന്നും കാണാനേ ഇല്ല, ജസ്റ്റ് ഒന്ന് ഒരിച്ചെടുക്കുന്നുണ്ടോ. അപ്പോൾ ഒരു ഭംഗിയാണ് കാണാൻ, ടേസ്റ്റുമാണ്. അപ്പൊ ഇതാ ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. ഞാൻ വെന്തോ നോക്കി, വെന്തിരുന്നു. പിന്നെ ഞാൻ തീ ഓഫ് ചെയ്ത് അവിടെ അടിച്ചു വെച്ചായിരുന്നു കേട്ടോ. പിന്നെ ഒരു 20 മിനിറ്റ് കൂടെ ഒക്കെ ആയി. അപ്പൊ നമുക്ക് ആവശ്യമുള്ള 15 മിനിറ്റ് എങ്കിലും കഴിയാതെ എടുക്കണ്ട കേട്ടോ. അപ്പം നമ്മൾ തക്കാളി ഒക്കെ ഇട്ടോണ്ട് കുഴഞ്ഞു പോകും. ഇപ്പം കണ്ടോ നല്ല ചോറായി കിടക്കുന്നത് ഉണ്ടോ. നമുക്കിതൊന്ന് ജസ്റ്റ് ഇങ്ങനെ കുത്തിയിളക്കാണ്ടേ ഒന്ന് മേലൊന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കും. ഞാൻ എപ്പോഴും കാണിക്കാമല്ലോ, അതുപോലെ തന്നെ ആക്കിയിട്ട് കണ്ടോ നല്ല അടിപൊളി കപ്സായിൻ്റെ. ഇത് കണ്ടോ നല്ല അടിപൊളി ചോറായിണ്ട്. കുഴഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടിട്ടോ. ഇനി നമുക്കിത് പ്ലേറ്റ് ചെയ്യാം. ഞാൻ ഈ സൈഡിൽ നേരത്തെ കാണിച്ചില്ലേ മട്ടനും ഒന്ന് മുരിയാൻ വെച്ചിരുന്നു. അപ്പോൾ ആദ്യം ചോറ് വിളമ്പിയിട്ട് എൻ്റെ മേലേക്ക് മട്ടനും ഉണ്ട് കേട്ടോ, നമ്മൾ നേരത്തെ മാറ്റി വെച്ച്. അപ്പോൾ അതാ കണ്ടല്ലോ നമ്മളെ അടിപൊളി ട്രഡീഷണൽ കപ്സാണ്. സൗദി ആണല്ലോ ഈ കപ്സൻ്റെ ഒറിജിനൽ. സൗദി കപ്സയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. നമുക്ക് കപ്സ മസാല വേണ്ട, അതേപോലെ മാഗിൻ്റെ കട്ടല്ലേ, മറ്റേ ചിക്കൻ സ്റ്റോക്ക്, മട്ടൺ സ്റ്റോക്ക്, അതൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള പൊടികൾ ഉപയോഗിച്ചിട്ട് അടിപൊളി കപ്സ തയ്യാറാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാം. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.